ചിങ്ങം രാശി മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം. ഈ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്ന ചിങ്ങം രാശിക്കാർക്ക് 11-ാം ഭാവത്തിൽ ചാരവശാൽ സർവാഭീഷ്ട രാശിയിൽ നിലനിന്നിരുന്ന വ്യാഴം 12-ാം ഭാവത്തിലേക്ക് മാറുന്നൊരു സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാഴന്റെ ചാരവശാലുള്ള ഈ 12-ാം ഭാവത്തിലേക്കുള്ള മാറ്റം ദുഃഖത്തിനെയും ഭയത്തിനെയും എല്ലാം തന്നെ ഉണ്ടാക്കുന്നതാണ് പറയാം. മാനസികമായിരിക്കുന്ന ഒരു വിഷമതകൾക്കും അകാരണമായിട്ടുള്ള പേടിയെല്ലാം തന്നെ വരുത്തിക്കുന്ന ഒരു സമയ കാലഘട്ടമായിട്ടാണ് പറയാം. മാത്രമല്ല ചിങ്ങൻ രാശിക്കാർക്ക് കണ്ടകശിനി എന്നുള്ളൊരു സമയദോഷം കൂടിയിട്ട് വരാൻ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് പറയുന്നത്. പൊതുവേ എല്ലാ കാര്യങ്ങളിലും ഈ വർഷം വളരെയധികം ശ്രദ്ധ വേണ്ടതായിരിക്കുന്ന സമയം തന്നെയായിട്ടാണ് പറയാം. കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിൽ തന്നെയും അതിനർഹമായിരിക്കുന്ന പ്രതിഫലം പൊതുവെ ലഭിക്കാനിടയില്ല. നിയന്ത്രണമില്ലാത്തതായിരിക്കുന്ന പെരുമാറ്റങ്ങൾ നിമിത്തം വിമർശിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ നിവൃത്തിയില്ല. സാമ്പത്തികപരമായുള്ള വിഷയങ്ങളിൽ ജാഗ്രത വളരെയധികം പുലർത്തേണ്ടതായിരിക്കുന്ന സമയമാണ്. കുടുംബത്തിലും പൊതുവെ അഭിപ്രായ ഭിന്നതയും തർക്കങ്ങളും എല്ലാം തന്നെ ഉണ്ടാകാനിടയുണ്ട്. പൊതുവെ പകുതി വരെ ഒരു 4-5 മാസം, നവംബർ മാസം വരെ വലിയ ദോഷങ്ങൾ കാര്യമായിട്ട് വരില്ലെങ്കിലും നവംബറിന് ശേഷം ദോഷങ്ങൾ ഒന്നുകൂടി കൂടാനുള്ളതായിട്ടാണ് ആ സമയം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ളതായിരിക്കുന്ന ചിന്തകൾ മൂലം മനസ്വസ്ഥത കുറയാൻ ഇട കാണുന്നുണ്ട്. കുടുംബത്തിലും പൊതുവെ കുടുംബജനാദികളിൽ നിന്ന് സഹകരണക്കുറവും മറ്റും എല്ലാം തന്നെ ഉണ്ടാകാൻ ഇടയുണ്ട്. വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും നിയമരംഗത്തുള്ളവർക്കും എല്ലാം തന്നെ ദോഷപ്രദമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അത്ര കണ്ട് ഗുണപ്രദമല്ലാത്ത സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപവാദ ആരോപണങ്ങളിലെല്ലാം തന്നെ പോയി പെട്ടേക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളാൽ അപകട സാധ്യതയുള്ളതിനാൽ തന്നെ കരുതലോടുകൂടിയിട്ട് ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായിട്ട് വിഷ്ണു ഭജനം ചെയ്യുന്നത് തന്നെയാണ് കർത്തവ്യമായിട്ട് പറയുന്നത്. ഒപ്പം സമ്മോഹന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും. ചിങ്ങം രാശി